ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് പോളി കാർബണേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡ് പണിയുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് കണ്ടില്ലേ, ഈ സിറ്റ് ഔട്ടിലെ സൺഷെയ്ഡ് മിക്കവാറും പടി നനയുന്ന വിധത്തിലായി. ഈ ഷെയ്ഡ് പണിയാൻ വേണ്ടിയിട്ട് ആദ്യം അതിന്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഫ്രെയിം ശരിക്കും നമ്മൾ വെളിയിലിട്ടാണ്, അതേ വെച്ച് പിടിപ്പിച്ച് വെൽഡ് ചെയ്യുമല്ലായിരുന്നു. ഈ ഷെയ്ഡ് നിർമ്മിച്ചിരിക്കുന്നത് താഴെ വെച്ചാണ് ഈ ഫ്രെയിമിന്റെ പണികളെല്ലാം. കാരണം എവിടേക്കാണ് ഷെയ്ഡ് വേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാം മെഷർമെന്റ് എടുത്തതിന് ശേഷം താഴെ വെച്ച് ഫ്രെയിം അടിച്ചുകൂട്ടി ആണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രീതി ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം പ്രൊജക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും ഷെയ്ഡ് മുന്നോട്ട് തള്ളി നിൽക്കുന്നത് കൊണ്ടും അവിടത്തേക്കുള്ള പോളികാർബൺ ഫിറ്റ് ചെയ്യാനുള്ള പ്രയാസം ഉള്ളത് കൊണ്ടും ഒക്കെയാണ് ഇത് താഴെ വെച്ച് കംപ്ലീറ്റ് ആ മെഷർമെന്റ് നമ്മുടെ വോൾ പോകുന്നതിനനുസരിച്ചുള്ള എല്ലാ മെഷർമെന്റുകളും കൃത്യമായിട്ട് എടുത്തതിന് ശേഷമാണ് വെളിയിലിട്ട് ഈ ഫ്രെയിം കൂട്ടിയിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഫ്രെയിമിന് ഒരു താങ്ങായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ ആണ് ആ ആർച്ച് പോലെ കാണിച്ചിരിക്കുന്നത്. കാരണം ഇത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രോസ് ചെയ്തൊരു സ്റ്റേ അവിടെ കൊടുക്കുമല്ലോ സ്ലോപ്പിൽ. അതിന് പകരം ആ ഒരു സ്റ്റേക്ക് പകരം ഒരു ആർച്ച് കൊടുത്തിട്ട് അത് കുറച്ച് ഡിസൈനിങ് ഒരു ആർട്ട് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ആ കാണുന്നത്, ഇപ്പോൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. പോളികാർബണേറ്റ് ഇടുന്ന ഷെയ്ഡിന്റെ കംപ്ലീറ്റ് നീളം എന്ന് പറയുന്നത് 30 അടി നീളവും വീതി 4 അടിയുമാണ്. അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന ഷീറ്റ് കൂളിംഗ് ഗ്ലാസിന്റെ ടൈപ്പിലുള്ള പോളികാർബണാണ് ഇട്ടിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് കളറാണ് അതിന്. കാരണം താഴ്ഭാഗത്തൊരു കൂളിംഗ് കിട്ടും. കാരണം ഡയറക്റ്റ് അതുപോലെ തന്നെ മറ്റ് പല വിവിധ തരത്തിലുള്ള കളറുകൾ ഉണ്ടെങ്കിലും ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഗ്രേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ ശരിക്കും അത് കളർ ഫെയ്ഡായി. ഈ വർക്ക് ഇതേ രീതിയിൽ ചെയ്യുന്നത് അനീഷ് എടത്തുവയാണ്. അനീഷിന്റെ വർക്ക്ഷോപ്പ് അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിൽ എടത്തുവായിക്കടുത്ത് വരെ പോട്ട അതിനിപ്പുറത്ത് ആനപ്രമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വർക്ക്ഷോപ്പാണ്. വിശ്വകർമ്മ എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ് അനീഷിന്റെ വർക്ക്ഷോപ്പിന്റെ പേര്. ഈ കളറിലുള്ള ഗ്ലാസ് എടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം വിവിധ തരത്തിലുള്ള കളറിൽ പോളികാർബൺ കിട്ടുമെങ്കിലും ആ കളറുകളെല്ലാം ഫെയ്ഡ് ആകുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കും. ഈ കൂളിംഗ് ഗ്ലാസിന്റെ കളർ പോലാകും അവസാനം. അപ്പോൾ ഈ കളറിന് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെയുമല്ല, ഈ കളർ ആയതുകൊണ്ട് പരിപൂർണമായും ഒരു കൂളിംഗ് അനുഭവപ്പെടുമെന്നും പറയപ്പെടുന്നു. സാധാരണയായി പടി നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോളികാർബണുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു ഷീറ്റുകളോ നമ്മൾ സാധാരണ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ ഷെയ്ഡിൽ ചേർത്ത് പിടിപ്പിക്കാറുണ്ടെന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, കാരണം ഇത്രയും നീളത്തിൽ 10-30 അടി നീളത്തിൽ ഉള്ള ഒരു ഷെയ്ഡിൻ്റെ വർക്ക്, ആ വർക്ക് എങ്ങനെയെങ്കിലും ഒരു പ്ലെയിനായിട്ട് ചെയ്തു പോകുന്ന ഒരു രീതിയല്ല കണ്ടത്. വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ സ്റ്റേ കൊടുത്തിരിക്കുന്ന. ആ സംഗതി ഒരു ഹാഫ് റൗണ്ടായിട്ട് കൊടുത്തിട്ട് അതിനകത്തൊരു ആർട്ട് വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഈ പോളികാർബണിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ഈവ്സ് ബോർഡ് വരുന്ന ഭാഗത്ത്, തൂവാനം വരുന്ന ഭാഗത്തൊക്കെ അവിടെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ച്, സ്ക്വയർ പൈപ്പ് വെച്ചുള്ള ഒരു ബോർഡറൊക്കെ ചെയ്തിട്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ആ രീതി ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത്. വളരെ മനോഹരമായിട്ടുണ്ട് ഈ വർക്ക്. കാരണം പലയിടത്തും കണ്ടിട്ടുണ്ട്, നല്ല മനോഹരമായിട്ടൊരു വീട് പണിതതിന് ശേഷം ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഷീറ്റ് കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ ചുമ്മാ ഒന്നുകിൽ ഈ ഫ്രണ്ട് വളച്ച് വെച്ചുള്ള രീതിയിലുള്ള ഒരു ഷീറ്റ് ഇടലുണ്ട്, അതല്ലാതെ പ്ലെയിനായിട്ട് ഷീറ്റ് ഇട്ട് പോകുന്നുണ്ട്. ഒരു പ്രത്യേകതയുമില്ല. അങ്ങനെ ഒരു ഷീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അത്രയും പൈസ മുടക്കി പണിതിട്ടുള്ള ഒരു വീടിൻ്റെ ഭംഗി മങ്ങുന്ന ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മനോഹരമായ രീതിയിൽ ആ വീടിന് ഇണങ്ങുന്ന വിധത്തിലുള്ള ഒരു ഷെയ്ഡ് നിർമ്മിച്ചു വെച്ചത് വളരെ മനോഹരമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്.